മെയ് 4 എന്ന് പറയുന്നത് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരുപാട് കാബാലികർ ചേർന്നുകൊണ്ട്, കാബാലികർ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും, എണ്ണം ചേർത്ത 51 വെട്ടുകൾ വെട്ടി ഒരു മനുഷ്യനെ തുണ്ടം തുണ്ടമാക്കി നശിപ്പിച്ചതിൻ്റെ കഥ. എന്നിട്ട് KK രമ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു 2 വാചകമുണ്ട്. എന്താ പറയാ, കടക്ക് പുറത്ത് മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗത്തിനിടയിൽ എനിക്കൊരു കാര്യം പറയാണ്ട് സഖാവേ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ അത്തരത്തിൽ ആ ഒരു അജ്ഞാപന ശേഷിയുള്ള ഒരു വീട്ടിലിരുത്തി വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിലിരിക്കാൻ ജനം പറഞ്ഞ ഒരു മനുഷ്യൻ പിണറായി വിജയൻ എന്ന് പറയുന്ന അധികായനെ ഏകാധിപതി, ഈ നാട് ഭരിച്ചൊരു മുഖ്യമന്ത്രിയെ, കേരള മുഖ്യമന്ത്രിയെ 6 റൗണ്ട് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും താമസിക്കുന്ന പഞ്ചായത്തിൽ പോലും പിണറായി വിജയനൊന്ന് ലീഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ, അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു CPM ആയിക്കോട്ടെ, മറ്റ് പാർട്ടികളായിക്കോട്ടെ, ആ പാർട്ടിക്ക് വേണ്ടി ആ ആദർശമുണ്ടല്ലോ. ഏതൊരു പാർട്ടിക്കായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദർശത്തിൽ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസം ഈ നാട്ടിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നവനാണ് ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ എന്തുനായിക്കോട്ടെ ആ പാർട്ടിയുടെ ആശയത്തെ അടിയറവ് വെച്ചുകൊണ്ട് അവരുടെ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിയെടുക്കാൻ വരെ അവരുടെ അവരുടെ പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി തന്നെ മുൻകൈ എടുത്ത് അവരെ ആ രക്തസാക്ഷി ഫണ്ട് തട്ടിയ ആളുകളെ, ആരോപിക്കപ്പെട്ട ആളുകളൊക്കെ സംരക്ഷിച്ചുകൊണ്ടൊരു പാർട്ടി തന്നെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, യഥാർത്ഥ പാർട്ടി വിശ്വാസിക്കത് മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും LDF-ന്റെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മധുസൂദനൻ എന്ന് പറയുന്ന ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പില് കുറ്റാരോപിതനായിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും എന്തുമാത്രം മുറിവായിരിക്കും ഒരു യഥാർത്ഥ പാർട്ടി വിശ്വാസിക്ക്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് അവിടെ മുറിവേറ്റിട്ടുണ്ടാവുക എന്നുള്ളത് ആരോടും ഏതൊരു അതുകൊണ്ടാണല്ലോ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പാർട്ടി വിട്ട് പുറത്തു വന്നതും പാർട്ടിക്കെതിരായി തന്നെ മത്സരിക്കേണ്ടി വന്നു. എന്താണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്നാണ്, കഴിഞ്ഞ ഒരു മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉണ്ട്. ആത്മകഥയുടെ പേരാണ് നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ പുസ്തകം പ്രകാശനം ചെയ്യാനൊക്കെ ഒരുപാട് എതിർപ്പുകളും പ്രശ്നങ്ങളും മേടിച്ചവർ പോലും കുലംകുത്തികളായി പോയി. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം അവിടെ ആ പുസ്തകത്തിനുണ്ടായ വിലക്ക് കൃത്യമായിട്ട് ആ നാട്ടില് കുറച്ച് ആളുകളെ കൂട്ടി അവിടെ പ്രചരണം നടത്തി അദ്ദേഹത്തിന്റെ ആദർശം സംരക്ഷിക്കാനായിട്ടാണ് തീർച്ചയായിട്ടും UDF മുന്നണി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തതും, അവിടെ UDF സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെ UDF പിന്തുണ കൊടുത്തതും, കൃത്യമായിട്ട് ജനങ്ങളുടെ വികാരം അവിടെ രേഖപ്പെടുത്തി ജനങ്ങൾ വോട്ടിൽ പെട്ടിയിലാക്കി വിധി ദിനം വന്നപ്പോൾ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പയ്യന്നൂരിൻ്റെ മണ്ണിൽ ഒരു സാധാരണ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന മനുഷ്യൻ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. ആദർശം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് എന്ന് ആയാലും വിജയമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ ഉദാഹരണം തന്നെയാണ്. അതുപോലെ തന്നെ രമ എന്ന് പറയുന്ന KK രമ എന്ന് പറയുന്ന ഓർക്കാതിരിക്കാനും സാധിക്കില്ല ഒരു സ്ത്രീയുടെ വിജയം എന്തു തന്നെ ആയിക്കോട്ടെ, ഇന്നലത്തെ മെയ് 4 എന്ന് പറയുന്നത് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരുപാട് കാബാലികർ ചേർന്നുകൊണ്ട്, കാബാലികർ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും, ചേർന്നുകൊണ്ട് എണ്ണം ചേർത്ത 51 വെട്ടുകൾ വെട്ടി ഒരു മനുഷ്യനെ തുണ്ടം തുണ്ടമാക്കി നശിപ്പിച്ചതിൻ്റെ കഥ. എന്നിട്ട് KK രമ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു 2 വാചകമുണ്ട്. ഒരു വ്യാഴവട്ടത്തിനപ്പുറം പൂക്കുന്ന രക്തസാക്ഷി സ്മൃതികളുടെ വിജയപൂർണിമ. പിന്നെ ഒരെണ്ണമുള്ളത് പിന്നിട്ട് 6 റൗണ്ടുകൾ മതി കേരളമേ. ഇത് കുലംകുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്താൽ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിയുന്നു. അതാണ് കുലംകുത്തി എന്ന് പറഞ്ഞ് വെറുക്കപ്പെട്ടവൻ നികഷ്ടജീവി കുലംകുത്തി. ഈ 3 പ്രയോഗങ്ങൾ പാർട്ടിക്ക് സ്വന്തമാണ്, ഞങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും. അത് പറയുമ്പോൾ എനിക്ക് അപ്പോൾ KK രമയുടെ ഒരു കാര്യം, ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത 2 വരികൾ തന്നെ മതി. ആ പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ. 6 റൗണ്ട് വോട്ടെണ്ണുമ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-കാരുടെ എന്താ പറയാ, ഒരു വലിയ രാജാവ്, ഒരു ഏകാധിപതിയായിട്ട് ഈ കേരളം അടക്കിവാണ, കേരളത്തിനെ വരച്ച വരയിൽ നിർത്തിയ എന്താ പറയാ കടക്കുപുറത്ത് ഒരു CPM അനുഭാവിയായിട്ടുള്ള മനുഷ്യൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗത്തിനിടയിൽ എനിക്കൊരു കാര്യം പറയാണ്ട് സഖാവേ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ
അത്തരത്തിൽ ആ ഒരു അജ്ഞാപന ശേഷിയുള്ള ഒരു വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരോട് വീട്ടിലിരിക്കാൻ ജനം പറഞ്ഞ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തോട് കെ രമ പറഞ്ഞ ഒരു സംതൃപ്തി നിറഞ്ഞ ഒരു വാക്കുകൾ, അദ്ദേഹത്തിന്റെ ആ ഒരു എണ്ണം പറഞ്ഞ 6 റൗണ്ട്, പിന്നിട്ട 6 റൗണ്ട് തന്നെ മതി സന്തോഷിക്കാൻ. കെ രമയുടെ വാക്കുകൾ തന്നെ നമുക്ക് കടമെടുക്കാം. കുലം കുത്തി എന്ന് പറഞ്ഞ് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊരിവെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച. അക്ഷരാർത്ഥത്തിൽ 10 വർഷക്കാലം നമ്മളെ അടക്കി ഭരിച്ച ഒരു സ്വേച്ഛാധിപതി, അങ്ങനെ തന്നെ പറയാമല്ലേ, സ്വേച്ഛാധിപതി പൊരിവെയിലിൽ നഗ്നനായി നിൽക്കുന്നതിന് തുല്യം. ഇന്ന് ആടയാഭരണങ്ങളില്ലാതെ, സേനാ വിന്യാസങ്ങളില്ലാതെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി, വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിണറായി ഒരു സാധാരണ മനുഷ്യനായി കാണുന്ന ഇന്നാണ്. ഇന്ന് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങിയ ഇൻഡിഗോ ഫ്ലൈറ്റിൽ ആ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പിണറായി, അതൊരു കാലഘട്ടത്തിൻ്റെ അന്ത്യമല്ലേ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ പതനമല്ലേ ആ കാണുന്നത്? അതായത് കമ്മ്യൂണിസത്തെ പിണറായിസമാക്കിയ ഒരു കാലഘട്ടം, ആ 10 വർഷ കാലഘട്ടത്തിൻ്റെ തീർച്ചയായിട്ടും ഒരു യുഗാന്ത്യം തന്നെയാണ് ഇന്നലെ സംഭവിച്ചു. പക്ഷെ ഇന്ന് രാവിലെ കണ്ട അവസാന കാഴ്ച എന്ന് പറയുന്നത്, ഇന്നലെ ആ വോട്ടെണ്ണി തുടങ്ങി ധർമ്മടത്തെ വോട്ട് എണ്ണി 6 റൗണ്ട്, 1 2 3 6 റൗണ്ട് പിന്നിട്ടപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അബ്ദുൾ റഷീദ്, VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, യുവനേതാവ്. ഇത് തീർച്ചയായിട്ടും ഈ നാടിന്റെ, കേരളത്തിന്റെ പ്രതീക്ഷ തന്നെയാണ്. അദ്ദേഹം 6 റൗണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന അധികായനെ, ഏകാധിപതി, ഈ നാട് ഭരിച്ചൊരു മുഖ്യമന്ത്രിയെ, കേരള മുഖ്യമന്ത്രിയെ 6 റൗണ്ട് ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ലീഡ് ചെയ്യാൻ അനുവദിക്കാതെ പിന്നിൽ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ്? 19,000, 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ നിന്നിരുന്ന ഒരു വ്യക്തി 19,000-20,000 ഇടയിലേക്ക് വന്നിരിക്കുന്നു. അതെ, 50,121 എന്ന് പറയുന്ന ഭൂരിപക്ഷം, 1 ലക്ഷത്തോടടുത്ത ഒരു ഭൂരിപക്ഷം നേരെ താഴേക്ക് 19,000 സംതിങ് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. ഈ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്, യുവ നേതാവ്, പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിക്കെതിരെ 66,000-ൽ പരം വോട്ടുകൾ നേടി വമ്പിച്ച ഒരു നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. തീർച്ചയായിട്ടും ധർമ്മടത്തിലെ പിണറായി വിജയൻ താമസിക്കുന്ന പഞ്ചായത്തിൽ പോലും പിണറായി വിജയനൊന്ന് ലീഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ, ഒരു നാടിന്റെ, ഒരു പൊതുപ്രവർത്തകന്റെ തന്നെ ഈ നാട്ടിൽ ഒരു തോൽവിയല്ലേ, ഒരു അധപ്പതനത്തിന്റെ കാഴ്ചയാണ് ഈ കേരളം കണ്ടത്. ഈ ജനം വിലയിരുത്തിയ, അല്ലെങ്കിൽ ജനം കൊടുത്ത തീർച്ചയായിട്ടും മുഖത്തേറ്റ ഒരു പ്രഹരം തന്നെയാണ്. എത്ര തന്നെ അധികാരത്തിൽ ഇരുന്ന് വാണാലും, എത്ര തന്നെ ജനങ്ങളെ അടക്കി ഭരിച്ചാലും, ഈ നാട്ടിലെ ജനങ്ങളെ വകവയ്ക്കാതെയുള്ള, ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാതെയുള്ള, ജനങ്ങൾക്ക് ഒരു ആശ്വാസവാക്കായിട്ട് പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് ആ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് നേരിട്ട് അവരോട് സംവദിക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ ഒരു നിമിഷം പോലും തയ്യാറാകാത്തൊരു ഭരണാധികാരി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരളം കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലേക്ക് മനുഷ്യത്വരഹിതമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു വ്യക്തിക്ക്, ഒരു വ്യക്തി ഭരണാധികാരി ആയപ്പോൾ ആ ഭരണാധികാരി എന്തൊക്കെയോ വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു രാജാവാണെന്ന്, രാജവാഴ്ചയൊക്കെ പണ്ടേ അവസാനിച്ചു എന്നുള്ളത് മറന്നു പോയിക്കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് ഈ കേരളത്തെ നയിച്ച, ഒരുപാട് പിന്നിട്ട് ഈ ഇത്രയൊക്കെ പുരോഗമിച്ച ഒരു നാട്ടിലും ഒരുപാട് പിന്നിലേക്ക് ഈ കേരളത്തെ വലിച്ച ഒരു ഭരണാധികാരി മുന്നോട്ട് പോയപ്പോൾ ഏകാധിപത്യം ഈ നാട്ടിൽ വാഴില്ല എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഒരു കറുത്ത തുണി കൊണ്ടുവന്ന് ഉയർത്തി കാണിച്ചത് ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തോട് കാണിച്ചാൽ പോലും അദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമായിട്ട് കണ്ടുകൊണ്ട് അവരെ കടന്നാക്രമിക്കുക, അവരെ അടിച്ചാക്ഷേപിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയ ഒരു കാഴ്ച കണ്ടതാണ്. അപ്പോൾ അതിന് ജനം കൃത്യമായിട്ട് ഇന്നലെ നാണം കെടുത്തുന്ന രീതിയിൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിലേക്ക് ജനം വിധി എഴുതി. അത്തരത്തിലേക്ക് ജയിച്ചു എന്ന് പറയാനും മനസ്സുകൊണ്ട് തോന്നാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ളൊരു തോൽവിക്ക് സമാനമായിട്ടുള്ളൊരു ജയമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയൊരു
അധികാരിക്ക് മുന്നിൽ ആ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് അങ്ങനെയൊക്കെ ഭരിച്ചൊരു വ്യക്തി ഇന്ന് ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൽ പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയ AKG സെന്ററിൽ നിന്ന് വന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഇന്നോവ കാറ്, വെളുത്ത നിറത്തിലുള്ള ഇന്നോവ കാറ് വന്നപ്പോൾ അദ്ദേഹം വളരെ ദയനീയനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് കാറിലേക്ക് കയറുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ അത് തന്നെയാണ് ഈ കേരളത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ കേരളത്തിലെ പൊതുപ്രവർത്തനം നടത്തുന്ന ഓരോ ജനപ്രതിനിധികളോടും ഓരോ പൊതുപ്രവർത്തകരോടും പറയാനുള്ളത് എന്നുള്ളത് കൃത്യമാണ്. ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ ഏത് വലിയ അധികാരിയാണെങ്കിലും താഴെ ഇറക്കാൻ ജനങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാഴ്ചയാണ് ഈ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ അധപതനം, ഈ നാട്ടിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇത്രയും അധപതനത്തിൽ, ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ഒരു ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അത് യാതൊരു സംശയവുമില്ല. അതിന് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയോടും ഈ കേരളത്തോടും ഈ ജനങ്ങളോടും ഈ പറയുന്ന പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി പറയുന്ന UDFന്റെ ഭരണം കാലഘട്ടം തുടങ്ങുകയാണ്. ഒരു സുവർണ കാലഘട്ടമാകണം എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള ഒരുപാട് ഗ്യാരണ്ടികളുമായിട്ടാണ് UDF അധികാരത്തിലേക്ക്. തീർച്ചയായിട്ടും അത് വെറുതെ ഇപ്പോൾ ഒരു ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇലക്ഷന് വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടോ ജനങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ടോ വെറുതെ പറയാം. അത് ആർക്ക് വേണമെങ്കിലും പറയാം. ഇപ്പോൾ LDF വരും, എല്ലാം ശരിയാകും, ഉറപ്പാണ് LDF എന്ന് പറയുന്ന വലിയ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് LDF കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇലക്ഷനെ നേരിടുകയാണ്. അവിടെ ആദ്യം പറഞ്ഞത് ഗ്യാരണ്ടി എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയാണ്. ഈ നാട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് LDF സർക്കാർ അധികാരത്തിൽ വന്നത്. അവിടെ വെറും 232 രൂപ മാത്രം ഒരു ദിവസത്തെ ഓണറേറിയം പറ്റിക്കൊണ്ട്, ഒരു മാസം 7000 രൂപ ഓണറേറിയം പറ്റിക്കൊണ്ട് ഈ നാട്ടിലെ കേരളത്തിലെ സർക്കാരിനെ അണുവിട തെറ്റാതെ അനുസരിച്ചുകൊണ്ട് കൊറോണ മഹാമാരി അടക്കം നേരിട്ട വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം ഡോക്ടർ എന്നോ നേഴ്സോ എന്നുള്ള ലേബൽ ഒന്നുമില്ലാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം കുടുംബവും സ്വന്തം ജീവൻ പോലും ബലികഴിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഓരോ വീടുകളിലേക്കും കയറിറങ്ങി നാട്ടിൽ വേണ്ടി നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്തവരാണ് ആശാ വർക്കർമാർ. അപ്പോൾ അവരുടെ സമരം 266 ദിവസത്തോളം അവർ സമരം ചെയ്തു. ഒരു സമരം തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ സമരം അവസാനിപ്പിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോടൊന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അവർ സമരം തുടങ്ങിയത്. രാപ്പകൽ സമരം എന്ന് പറയുന്ന ബാനർ കെട്ടി, പിന്നെ നിരാഹാര സമരമായി, പിന്നെ അത് അവസാനിപ്പിക്കാൻ സാധിക്കാതെ അതിലൂടെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ പാസ് ചെയ്യുന്നത്. ഒരു ആശ്വാസ വാക്കായിട്ട് പോലും അവർക്കൊരു സാന്ത്വനമായിട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്നൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ, വീട്ടിലിരിക്കുന്നുണ്ടല്ലോ വനിതാ മന്ത്രിമാർ അടക്കമുള്ള 13 മന്ത്രിമാർ. എന്താ പറയാ, അടക്കി വാണ 13 മന്ത്രിമാർ ഇന്ന് വീട്ടിലല്ലേ, ഇന്ന് വീട്ടിലിരിക്കുന്നില്ലേ? ഒരാൾക്ക് പോലും അവരുടെ ഭരണം കൃത്യമായിരുന്നെങ്കിൽ, അവരുടെ ജനങ്ങളോടുള്ള സമീപനം കൃത്യമായിരുന്നെങ്കിൽ ഒരാളെങ്കിലും അവിടെ വിജയിച്ചു പോരേണ്ടതല്ലേ? കാരണം ഇപ്പോൾ തോറ്റ് വീട്ടിലിരിക്കുന്ന 13 മന്ത്രിമാർ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മുഖങ്ങളായിരുന്നു. എന്താണ് പിണറായി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭയിൽ കാണുന്ന മുഖങ്ങളാണ് ഇന്ന് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ ആ ഞാൻ പറയാൻ വന്നത് വനിതാ മന്ത്രിമാരടക്കമുള്ള വീണ ജോർജ് ഉണ്ട്, പറയുന്ന R ബിന്ദു ഉണ്ട്, ചിഞ്ചു റാണി അടക്കമുള്ള വനിതാ മന്ത്രിമാരടക്കമുള്ളവർ, ആ ആശാ വർക്കർമാർ, അമ്മമാരടക്കം ആയിട്ടുള്ള സ്ത്രീകൾ അവിടെ സമരം ചെയ്തപ്പോൾ, സെക്രട്ടറിയേറ്റ് മുന്നിൽ സമരം ചെയ്തപ്പോൾ അതിൽ കൂടെ പോയതാണ്. അവരെയൊക്കെ പരിഹസിച്ച് പുച്ഛിച്ച് സംസാരിച്ച, അവരുടെ സമരത്തോട് പുച്ഛ മനോഭാവത്തോടെ അവരോട് സംസാരിച്ച, അതിനെ കണ്ട ആളുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവസാന നിമിഷം ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ആശാവർക്കർമാരുടെ അവരുടെ ആവശ്യം നിറവേറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ട് 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ സമരത്തിന് ഗതികെട്ടുകൊണ്ടാണ് ഈ ആശാവർക്കർമാർ അവിടെ സമരം അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ആശാവർക്കർമാർ അടക്കമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മുഖമായിട്ടുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട്, ആശാവർക്കർമാർ മാത്രമല്ല CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ, ഉച്ചക്കഞ്ഞി പാചകം ചെയ്യുന്ന, ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന സംഘടനയിൽപ്പെടുന്ന ആയമാരായിട്ടുള്ള അമ്മമാർ അടക്കം അവിടെ രാപ്പകൽ സമരം എന്ന് പറയുന്ന ബാനർ കിട്ടി സ്ത്രീകളുടെ ഒരു നീണ്ട നിര സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന്റെ രൂപത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവിടെ സമരത്തിന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ
അത് സാധ്യമാക്കിയ സർക്കാരിന്റെ പേര് പിണറായി വിജയൻ സർക്കാർ എന്നാണ്. ഈ 10 വർഷക്കാലത്തിനിടെ 1ാം റാങ്ക് ലഭിച്ച PSC റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇവിടെ ജോലി ലഭിക്കില്ല എന്ന് ഉറപ്പാക്കിയ ഈ ഒരു കാലഘട്ടമാണ് 10 വർഷ കാലഘട്ടം എന്ന് പറയുന്നത്. CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പുരുഷ ഉദ്യോഗാർത്ഥികളടക്കം ഇവിടെ മണ്ണ് തിന്നുവരെ പ്രതിഷേധിക്കുന്ന സെക്രട്ടേറിയറ്റ് മുന്നിൽ നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ ഒരു സംഘടനാ പ്രവർത്തക എന്നുള്ള നിലയിൽ അവിടെ പോയി അവർക്ക് പിന്തുണ അർപ്പിച്ചു, അവർക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുക എന്നുള്ളല്ലാതെ ഇതെല്ലാം നടത്തി കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കേണ്ട ഈ പറയുന്ന ഭരണകൂടം അവിടെ കാണിച്ചു. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പോ വാഗ്ദാനങ്ങളിലല്ല ഈ പറയുന്ന സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് സ്ത്രീകളെ ഇങ്ങനെ തെരുവിലൂടെ വലിച്ചിഴക്കുന്ന രീതിയിലാണ് അവരുടെ സമീപനമെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല, മറിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള ഈ 5 ഗ്യാരണ്ടികൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം UDF അധികാരത്തിൽ വന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിൽ പയറ്റി തെളിയിച്ച് പാരമ്പര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ചതും ആ ജനങ്ങൾക്ക് അത്രയും സൗഹൃദപരമായിട്ടുള്ള KSRTC ബസ്സിൽ സൗജന്യ യാത്ര അടക്കമുള്ള, ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള, ഇവിടെ ഏറ്റവും ഒറ്റപ്പെട്ട് ഇരിക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, അതുപോലെ ഞാനടക്കമുള്ള ഇപ്പോൾ യുവാക്കൾ ഒരുപാട് പേരുണ്ട്, നമ്മളൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളതാണ്. പഠിച്ചൊന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, നമ്മളൊക്കെ ഒരു വരുമാനമില്ലാതിരിക്കുന്ന സമയത്ത് പലിശരഹിതമായിട്ടൊരു ലോണ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ യുവാക്കൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതല്ല എന്ന് പറയുക മാത്രമല്ല, അത് പ്രവർത്തിച്ച് കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വന്നു. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന അധികാരത്തിൽ വരും എന്നൊക്കെയാണ്. പക്ഷെ അധികാരത്തിൽ വന്നു. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞൊരു ലൈഫിൽ തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം അല്ലെങ്കിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ലൊരു നിമിഷം തന്നെയായിരിക്കും.